ഹായ് ഗൈസ്, ഇതുവരെ നമ്മൾ ടേബിൾ ഡെക്കോറും വാൾ ഫ്രെയിമും ഒക്കെ ഉണ്ടാക്കിയില്ലേ. ഇനി ഒരു വാൾ ഡെക്കോർ ആയാലോ. അപ്പോൾ അതിനായിട്ട് വേണ്ടത് ഒരു കാർഡ്ബോർഡിൻ്റെ പീസാണ്. അതിൽ ഒരു മേഘത്തിൻ്റെ ഷേപ്പ് കട്ട് ചെയ്തെടുക്കുക. ഞാൻ ഇപ്പോൾ മേഘത്തിൻ്റെ ടീമാണ് വിചാരിക്കുന്നത്. നിങ്ങൾക്ക് വേറെ ഷേപ്പാണെങ്കിൽ അതുപോലെ കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഈ വീഡിയോയിൽ കാണുന്ന പോലെ ഔട്ട്ലൈൻ കൂടെ കട്ട് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ നമുക്ക് വെട്ടിയെടുത്തപ്പോൾ ഈ മേഘത്തിൻ്റെ ഷേപ്പായിട്ട് വന്നിട്ടുണ്ട്. ഇനി പശ തേച്ച് ഈ കാർഡ്ബോർഡ് കാണുന്ന സൈഡ് മൊത്തം പഞ്ഞി കൊണ്ട് ഒട്ടിക്കുകയാണ് വേണ്ടത്. ഞാൻ ഇപ്പോൾ ഇവിടെ മേഘത്തിൻ്റെ തീം ആയതുകൊണ്ടാണ് പഞ്ഞി വെച്ച് ഒട്ടിച്ചത്. നിങ്ങളിനി വേറെയാണ് ഉദ്ദേശിക്കണത് വെച്ചാൽ പഞ്ഞി മാറ്റിയിട്ട് വേറെ എന്തെങ്കിലും വെച്ച് ഒട്ടിക്കാം. അപ്പോൾ ഈ വീഡിയോയിൽ കാണുന്ന പോലെ ഈ ഭാഗം ഫുള്ള് ഈ പഞ്ഞി വെച്ച് ഒട്ടിക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ മേഘത്തിൻ്റെ ലുക്ക് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് ഒരു A4 ഷീറ്റ് എടുക്കുക, അല്ലെങ്കിൽ A4 ഷീറ്റിനേക്കാളും കുറച്ചുകൂടെ കട്ടിയുള്ളൊരു പേപ്പർ എടുക്കുക. ഞാൻ ഇവിടെ A4 ഷീറ്റിനേക്കാളും കുറച്ചുകൂടെ കട്ടിയുള്ള പേപ്പറാണ് എടുത്തത്. എന്നിട്ട് അതിൽ സ്റ്റാറിൻ്റെ ഷേപ്പ് വരച്ചിട്ട് വെട്ടിയെടുക്കുകയാണ് വേണ്ടത്. ഒരു 8 സ്റ്റാറിൻ്റെ ഷേപ്പെങ്കിലും വേണം. അതിലും കുറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അത്രയ്ക്കൊരു ഭംഗി ഉണ്ടാവില്ല. അപ്പോൾ കൂടുതൽ ഉണ്ടായാലാണ് അതിൻ്റെ ഭംഗി നിൽക്കുക. നിങ്ങൾ വേറെ ഷേപ്പാണെങ്കിൽ അതുപോലെ കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് ഇതിൽ കാണുന്ന പോലെ ബ്ലാക്ക് പെയിൻറ്റ് അടിച്ചെടുക്കുക. എന്നിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഈ ബ്ലാക്ക് പെയിൻറ്റ് അടിച്ചതിൻ്റെ പുറകു വശം പശ തേച്ചിട്ട് ഒരു നൂല് വെച്ചിട്ട് ഒട്ടിക്കുക. ഇനിയിപ്പോൾ നൂല് വെച്ച് ഒട്ടില്ലെങ്കിൽ ഒരു പേപ്പർ അതിൻ്റെ മുകളിൽ വെച്ച് ഒട്ടിച്ചാലും മതി. അപ്പോൾ എൻ്റേത് അങ്ങനെ നിന്നില്ല, അതുകൊണ്ട് ഞാൻ ഒരു പേപ്പർ വെച്ച് ബാക്കിൽ ഒട്ടിച്ചു. അപ്പം നമ്മുടെ എല്ലാ സ്റ്റാറിൻ്റെ ബാക്കിലും ത്രെഡ് വെച്ചിട്ട് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് നമ്മൾ നേരത്തെ തയ്യാറാക്കിയ മേഘത്തിൻ്റെ ബാക്കിൽ ഈ ത്രെഡൊക്കെ ഒട്ടിച്ചു കൊടുക്കുകയാണ് വേണ്ടത്. എല്ലാം ഒരു വലുപ്പത്തിൽ ഒട്ടിക്കരുത്, ഒന്ന് ചെറുത് വലുത് അങ്ങനത്തെ രീതിക്കാണ് നമ്മൾ ഒട്ടിച്ചെടുത്തത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക്. ഈ വാൾ ഡെക്കോർ എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ കമൻറ്റ് ചെയ്യാം. പിന്നെ എനിക്ക് ഇതിൻ്റെ ഫൈനൽ ലുക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ.